വോളിയം നമ്മൾ പറഞ്ഞു, ഇക്വേഷൻ പറഞ്ഞു. പിന്നെന്താണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്? എന്താണ്? വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസാണ്. വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ വേർഡായിട്ട് ചോദിക്കാം. ഇത് സിലബസിലുള്ളതല്ല, എന്നാലും ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞു തരുന്നത് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഓരോ പോളിഗൺസിനും വ്യത്യാസമാണ്. ഓക്കെ, നോക്കിയാലോ. റെക്റ്റാങ്കിൾ ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ? എന്താണ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? പറഞ്ഞേ. എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഈ എൽ എന്താണ്? ലെങ്ത് ആണ്. ബി എന്താണ്? വിഡ്ത്ത് ആണ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ആണ്. എച്ച് എന്താണ്? ഹൈറ്റ് ആണ്. അറിയാവുന്നതാണല്ലോ. അടുത്തെന്താണ്? ക്യൂബ്. ക്യൂബ് എന്താണ്? ക്യൂബ് ആവുമ്പോൾ എ ക്യൂബ് ആവും. ക്യൂബ് ആവുമ്പോൾ എ ക്യൂബ് ആവും. എ റേസ് ടു 3. എ റേസ് ടു 3 ആണ്. എ എന്താണ് വരിക? സൈഡ് അല്ലേ? ഒരു സൈഡാണ് എ. അപ്പം അതിൻ്റെ ക്യൂബാണ് എന്ത്? ക്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സിലിണ്ടർ എന്താണ്? സിലിണ്ടറിൻ്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കുക? സിലിണ്ടറിൻ്റെ ഒരു എക്സാമ്പിൾ എന്താ? എങ്ങനെയാണ് സിലിണ്ടർ? ഇങ്ങനെ അല്ലേ? ഇങ്ങനെയാണ് സിലിണ്ടർ. ഇതിൻ്റെ നടുക്കിലുള്ളതില്ല. ഇങ്ങനെയാണ് സിലിണ്ടർ ഇരിക്കുക അല്ലേ? ഇക്വേഷൻ എന്താണ് വരുന്നത്? പൈ ആർ സ്ക്വയർ എച്ച്. പൈയുടെ വാല്യൂ അറിയാം, 3.14 ആണ്. ഇൻറ്റു ആറിൻ്റെ സ്ക്വയർ ഇൻറ്റു എച്ച്. ആറെന്താണ്? റേഡിയസ്. ഓക്കെ ആണല്ലോ ഇക്വേഷൻ. പ്രിസം എന്താണ്? വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബി ഇൻറ്റു എച്ച്. ബി എന്താ? ഏരിയ ഓഫ് ബേസ്. ബേസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? പ്രിസം. എങ്ങനെ പ്രിസത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാ? ട്രയാങ്കിൾ ആവുമ്പോൾ എങ്ങനെ പ്രിസം വരിക? ഇങ്ങനെ അല്ലേ? ഇങ്ങനെ ഒരു ഷേപ്പാ വരിക. കണ്ടിട്ടുണ്ടോ പ്രിസം? നെറ്റ് സ്ലോ ആണോ? എന്താണ് പ്രോബ്ലം ഉണ്ടോ? ഇതെന്താണ്? ഇതാണ് പ്രിസം. കണ്ടോ? പ്രിസം ഷേപ്പ് കണ്ടോ? ഇതാണ് പ്രിസം. ഇതിൻ്റെ ബേസിൻ്റെ ഏരിയ ആണ് എന്ത് വരിക? ബി എന്ന് ഉദ്ദേശിക്കുന്നത്. ബി എന്താണ്? ഏരിയ ഓഫ് ബേസ്. എച്ച് എന്താണ്? അതിൻ്റെ ഹൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ബി എന്താണ്, എച്ച് എന്താണെന്ന് മനസ്സിലായില്ലേ? ബി എന്താ? ഏരിയ ഓഫ് ബേസ്. ബേസിൻ്റെ ഏരിയ ആണ് വരുന്നത്. എച്ച് ഹൈറ്റ് ആണ്. ക്ലിയർ അല്ലേ? അടുത്തെന്താണ്? സ്പിയർ. സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വോളിയം ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു പൈ ആർ
ക്യൂബ്. പൈ ആർ ക്യൂബ്. സ്ഫിയർ എന്താ ശരിക്കും? കാണിച്ചു ഫിഗർ. കണ്ടോ? എലിപ്സ് അല്ല, ഇങ്ങനൊരു ഷേപ്പ്. കണ്ടോ? അതായത് എർത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് പോലെ പറയാം. എർത്ത് കണ്ടോ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 4/3 ഇൻറ്റു പൈ ആർ ക്യൂബ്. 4/3 എന്താ? ഗ്ലോബിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഏരിയ അല്ല, വോളിയം. വോളിയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്താണ്. എന്ത്? ഒരു വസ്തുവിന് അല്ലെങ്കിൽ പദാർത്ഥം ഉൾക്കൊള്ളുന്ന സ്ഥലം. അതായത് ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ എത്രത്തോളം സ്പേസ് ഉണ്ട്. എന്താ? ശരിക്ക് ഗ്ലോബ് ശരിക്ക് റൗണ്ടിലാണ് അല്ലേ? അതല്ല, ഇൻ ഷേപ്പിൽ കുറച്ചൊരു മാറ്റമുണ്ട്. ശരിക്കും നമ്മൾ ഗ്ലോബ് എന്നൊക്കെ പറയുന്നത് റൗണ്ട് ഷേപ്പിൽ തന്നെയാ. സ്ഫിയർ എന്ന് പറയാൻ പറ്റില്ല. എന്താണ് അതിന്റെ ഇക്വേഷൻ? എന്താണ്? 4/3 ഇൻറ്റു പൈ ആർ ക്യൂബ്. പൈ ആർ ക്യൂബിനെ എങ്ങനെ എഴുതാം? ആർ ഇൻറ്റു ആർ അങ്ങനെ എഴുതാട്ടോ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു ആർ. ആർ ക്യൂബ് എന്ന് പറഞ്ഞാലോ ആർ ഇൻറ്റു ആർ. ഓക്കെ. അടുത്ത എന്താണ്? പിരമിഡ്സ് കണ്ടിട്ടില്ലേ? പിരമിഡിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിസത്തിന്റെ പോലെ ഇരിക്കും പിരമിഡ്. എന്താ? ഇത് ശരിക്ക് ഇങ്ങനെ എക്സാമിന് അങ്ങനെ ചോദിക്കില്ല. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനൊന്നും. എങ്ങാനും 1 വേർഡ് ചോദിച്ചാലേ ഉള്ളൂ. ഓക്കെ, ഒരു ജസ്റ്റ് ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കണമെന്നുള്ളൂ. ഇനി ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കളയണ്ടല്ലോ. റിലേറ്റ് ചെയ്ത് പഠിച്ചു വയ്ക്കാം. ഓക്കെ. എന്താണ് പിരമിഡിൻ്റെ ഇക്വേഷൻ? വോളിയം കണ്ടുപിടിക്കാനുള്ള എന്താ? 1/3 ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി എന്തായിരിക്കും? ഇതിൽ ക്യാപിറ്റൽ ബി ആ തന്നിട്ടില്ല. എന്തായിരിക്കും? നേരത്തെ നമ്മൾ ക്യാപിറ്റൽ ബി വന്നപ്പോൾ എന്താ പറഞ്ഞേ? ബേസ് ഏരിയ അല്ലേ? അപ്പോൾ പിരമിഡിൻ്റെ കാര്യത്തിലും ക്യാപിറ്റൽ ബി എന്തായിരിക്കും? ബേസ് ഏരിയ തന്നെയായിരിക്കും. ഓക്കെ ആണോ? ഇല്ല, ഇൻറ്റു തന്നെയാണ് മീൻ ചെയ്യുക. ഇൻറ്റു ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. അടുത്ത എന്താണ്? റൈറ്റ് സർക്കുലാർ കോൺ. എന്താ വരിക? കോൺ ഷേപ്പ് അറിയില്ലേ? കോൺ ഐസ്ക്രീമിൻ്റെ ഒക്കെ
കോണില്ലേ, ആ അതാണ് എന്ത് കോൺ ഷേപ്പ്. ഒരു ഫേസും ബേസ് റൗണ്ട് ആയിരിക്കും, മുകളിലേക്ക് ട്രയാങ്കിൾ പോലെ ടു സൈഡ് ഒരു ഫേസും ഇങ്ങനെ. ഒരു ഫേസും ടു സൈഡും. ബേസ് സർക്കുലർ. ഓക്കെ, എന്താണ് ഇക്വേഷൻ വരിക? 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച്. 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച്. നമ്മൾ സിലിണ്ടറിൻ്റെ പഠിച്ചു, പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പോൾ കോണിലേക്ക് വരുമ്പോൾ 1/3 വരും, 1/3 ഏഡാവും. 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച്. പൈയുണ്ട് ഏരിയ എടുത്തോ മാം? എന്താ ഇതിന്റെ എല്ലാം ഏരിയ എടുത്തോ? ഏരിയ പഠിപ്പിച്ചോ? ഇല്ല, ഇതിന്റെ ഏരിയ ഇല്ല. ഇല്ല ഇല്ല. നമുക്ക് ഏരിയ ഒക്കെ കാണാനായിട്ട് നമ്മൾ മെൻസുറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. മാത്സിൽ മെൻസുറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് പോളിഗൺസ് പഠിച്ചില്ലേ, അതിൻ്റെയാണ് ഏരിയ പെരിമീറ്റർ ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ളൂ. ഇത് സയൻസ് പോർഷനാണ്, അതിൽ നമുക്ക് ഡെൻസിറ്റി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വോളിയം അറിഞ്ഞിരിക്കണം, അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കണമെന്നുള്ളൂ കേട്ടോ. അടുത്ത എന്താണ്? സ്ക്വയർ ഓർ റെക്റ്റാങ്കുലർ പിരമിഡ്. എന്ത് വരും? ഇക്വേഷൻ നോക്കിയ 1/3 ഇൻറ്റു 1/3 ഇൻറ്റു എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എച്ച്. എന്താ ഡബ്ല്യു? വിഡ്ത്ത് ഓഫ് ബേസ്. എഴുതി വയ്ക്കുക കേട്ടോ, വിഡ്ത്ത് ഓഫ് ബേസ്. ബേസിൻ്റെ വിഡ്ത്തിനെയാണ് എന്ത് പറയുക? ഡബ്ല്യു എന്ന് പറയുക. എന്താ? ഡബ്ല്യു. ലെങ്ത് എന്തായിരിക്കും അപ്പോൾ? പിരമിഡിൻ്റെ ബേസിൻ്റെ ലെങ്ത്ത്. എച്ച് എന്താണെന്നറിയാലോ? ഹൈറ്റ്. എൽ എന്താ? ബേസിൻ്റെ ലെങ്ത് ആണ്. ഡബ്ല്യു എന്താ? ബേസിൻ്റെ വിഡ്ത്ത് ആണ്. എച്ച് എന്താ? ഹൈറ്റ് ആണ്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം. വോളിയം കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അതായത് എക്സാമിന് വരുന്ന രീതിയിലല്ല, എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് അറിഞ്ഞു വയ്ക്കുക. 1-2 എണ്ണമെങ്കിലും 3 എണ്ണമൊക്കെ പഠിച്ചു വയ്ക്കുക. റെക്റ്റാങ്കിൾ, ക്യൂബ്, സിലിണ്ടർ, പ്രിസം, ഇതൊക്കെ പഠിച്ചു. ഈ 4 എണ്ണം പഠിച്ചു വയ്ക്കാവുന്ന ഇക്വേഷനുള്ളൂ. ബാക്കിയുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. ഓക്കെ, നോക്കി വെച്ചിട്ട് പോവാം. ഓക്കെ ആണോ? എന്താ? പിരമിഡ് വരുമ്പോൾ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും വരാം. അതായത് പ്രിസം എങ്ങനെ വന്നത്? ഇങ്ങനെ അല്ലേ? ഇതിൻ്റെ അടിയിലത്തെ ഷേപ്പ് എന്തായിരുന്നു? ഇമേജും കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിരുന്നു. ഒരു സെക്കൻഡ്. മനസ്സിലായോ? മനസ്സിലായി. പിരമിഡിനെ മനസ്സിൽ പിക്ചർ എടുത്തപ്പോ മനസ്സിലായി. സോറി. ഇല്ലേ, സോറി ഇരുന്ന ആവശ്യമില്ല. ഡൗട്ട്സുകൾ നമുക്ക് അപ്പം ക്ലിയർ ചെയ്ത് പോകണം. അപ്പം ജസ്റ്റ് ഇക്വേഷൻസ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. ഒരു 2-3 എണ്ണം പഠിച്ചു പോവാം. എന്തെങ്കിലും ഇപ്പോൾ ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമല്ലോ, എൻ്റെ മാർക്ക് കളയരുതല്ലോ. ഓക്കെ, അത് വിചാരിച്ചിട്ടാണ് ഇക്വേഷൻസ് പറഞ്ഞു തന്നെ. നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല. നമുക്ക് പ്രോബ്ലം വരുന്നത് എന്താണ്? ഈ ചാപ്റ്ററിൽ നിന്ന് ആകെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് പ്രോബ്ലത്തിൽ ആകെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു ടൈപ്പ് മാത്രമാണ് കേട്ടോ. എന്താണ്? ദ വെയ്റ്റ് ഓഫ് എ ബോൾ ഈസ് 1.275 kilogram and volume is 150 cubic centimeter. Calculate the density of
മെറ്റീരിയൽ. ആ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് ആകെ നിങ്ങൾക്ക് പ്രോബ്ലം എന്ന രീതിയിൽ ചോദിക്കുക ആകെ ഡെൻസിറ്റി മാത്രമാണ്. ആ, അതായത് ഈ ചാപ്റ്ററിൽ നിന്ന് ആകെ ചോദിക്കുക ഈ ഒരു പ്രോബ്ലത്തിൽ ഈ ഒരു കാര്യം മാത്രമേ ചോദിക്കുകയുള്ളൂ, ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ. ഓക്കെ, ബാക്കി തിയറിറ്റിക്കലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ചോദിക്കാൻ സാധ്യത ഇതാണ്, മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അതുപോലെ മാസിൻ്റെ ഡെഫിനീഷൻ എന്താ, വെയിറ്റിൻ്റെ ഡെഫിനീഷൻ എന്താ, വോളിയം, ഡെൻസിറ്റി ഇതിൻ്റെ ഡെഫിനീഷൻ എന്താണെന്ന് ചോദിക്കാം. ഇതാണ് നിങ്ങൾക്ക് തിയറിറ്റിക്കലി ചോദിക്കാൻ സാധ്യതയുള്ളത്. നിങ്ങൾക്ക് പ്രോബ്ലം വൈസ് ചോദിക്കാൻ സാധ്യതയുള്ളത് ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ്. ഇക്വേഷൻ അറിയാം നമുക്ക്. എന്താ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം കേട്ടോ. എ വെയിറ്റ് ഓഫ് എ ബോൾ ഈസ് 1.275 കിലോഗ്രാം ആൻഡ് വോളിയം ഈസ് 150 ക്യൂബിക് സെൻറ്റിമീറ്റർ. അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതിയാലും മതി കേട്ടോ. ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഡൗട്ട് വരരുത്. സെൻറ്റിമീറ്റർ ക്യൂബ്. ഏരിയ എങ്ങനെ വരിക? ക്യൂബ് എന്നാണ് വരിക കേട്ടോ. ഇപ്പോൾ സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ്, മീറ്റർ ആണെങ്കിൽ മീറ്റർ ക്യൂബ് വരും, ആണെങ്കിൽ ക്യൂബ് വരും. ഏരിയ നമ്മളെപ്പോഴും സ്ക്വയറിലല്ലേ പറയുക, അതുപോലെ വോളിയം നമ്മൾ പറയുക ക്യൂബിലാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അല്ല, ആദ്യത്തെ അല്ലേ? ആ, ഇതിന് പ്രോബ്ലം ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ളത് ആദ്യം എടുത്ത് എഴുതാം അല്ലേ. എന്താ ആദ്യം തന്നിട്ടുള്ളത്? വെയിറ്റ് തന്നിട്ടുണ്ടല്ലേ. എന്താണ് വെയിറ്റ്? വെയിറ്റ് എത്രയാണ്? 1.275. വെയിറ്റ് W എന്ന് എഴുതാം കേട്ടോ. W = 1.275 കിലോഗ്രാം. ഈ കിലോഗ്രാമിനെ നമ്മൾ എന്താക്കണം? കിലോഗ്രാമിനെ നമ്മൾ എന്തിലേക്ക് ആക്കുക? എന്തിലേക്ക് ആക്കണം? ഗ്രാം ആക്കണം. അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി പ്രോബ്ലം ചെയ്യാനായിട്ട് എളുപ്പം. കാരണം ഇത് 1.2 സംതിങ് അല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ ഗ്രാമിലേക്ക് ആക്കുമ്പോ എന്ത് വരും? എന്താ 1.275 ഇൻറ്റു എന്ത് വരും? 1000. എത്ര വരും? 1275 ഗ്രാം. അതായത് 1275 ഗ്രാം. കിലോഗ്രാം അല്ല, ഗ്രാം കേട്ടോ, തെറ്റിക്കരുത്. ഇനി എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? വോളിയം എത്രയാണ് തന്നിട്ടുള്ളത്? 150 സെൻറ്റിമീറ്റർ ക്യൂബ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ക്യൂബിക് സെൻറ്റിമീറ്റർ. അയ്യോ, സ്ക്വയർ എന്നാലിട്ടെ, ക്യൂബ് കേട്ടോ. സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അതായത് ക്യൂബിക് സെൻറ്റിമീറ്ററും സെൻറ്റിമീറ്റർ ക്യൂബും ഒന്നാണ്. ഒന്ന് ക്യൂബ് ഫ്രണ്ടിലിട്ടു, ഒന്ന് ക്യൂബ് അവസാനം ഇട്ടു, അത്ര വ്യത്യാസമുള്ളൂ. അതായത് മീറ്റർ സ്ക്വയർ നമ്മൾ പറയില്ലേ, അതിന് നമ്മൾ എന്തും പറയും? സ്ക്വയർ മീറ്റേഴ്സ് എന്നും പറയും ഇല്ലേ? അല്ലേ? അങ്ങനെ പറയാറില്ലേ? മീറ്റർ സ്ക്വയറിനെ സ്ക്വയർ മീറ്റേഴ്സിൽ പറയാറില്ലേ? നമ്മൾ പറയും ഇത്ര മീറ്റർ സ്ക്വയറിനാണ് ഇത്ര എമൗണ്ട് വരിക, അല്ലെങ്കിൽ സ്ക്വയർ മീറ്ററിന് ഇത്ര റേറ്റ് പറയും നമ്മൾ, അങ്ങനെയും പറയാറില്ലേ? അതുപോലെ എന്ത് വരും? ഫീറ്റ് സ്ക്വയർ എന്ന് പറയണതിന് എന്ത് പറയും? സ്ക്വയർ ഫീറ്റ് എന്ന് പറയില്ലേ? സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ശരിക്കും എന്താണ്? ഫീറ്റ് സ്ക്വയർ അല്ലേ? അടിക്കണക്കിൽ നമ്മൾ എടുക്കുമ്പോൾ
ഇപ്പോൾ 10 അടി 10 അടി, അതായത് റൂമിൻ്റെ സൈസ് 10x10 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? 100 സ്ക്വയർ ഫീറ്റ്. 100 സ്ക്വയർ ഫീറ്റ് എന്ന് പറയും അല്ലേ? അത് ശരിക്കും എന്താണ്? ഫീറ്റിൻ്റെ സ്ക്വയർ അല്ലേ? 10 ഫീറ്റും ഇൻറ്റു 10 ഫീറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 100 ഫീറ്റ് സ്ക്വയർ അല്ലേ വരിക? 100 ഫീറ്റ് സ്ക്വയർ. അതിന് നമ്മൾ എന്ത് പറയും? 100 സ്ക്വയർ ഫീറ്റ്. അത്രയേ ഉള്ളൂ കേട്ടോ. സെൻറ്റിമീറ്റർ ക്യൂബും ക്യൂബിക് സെൻറ്റിമീറ്ററും വരുന്നത് അതേ സെയിം മീനിങ്ങിൽ തന്നെയാണ് വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇപ്പോൾ അതിൽ ഡൗട്ടില്ലല്ലോ. ഈ പ്രോബ്ലം എങ്ങനെ കംപ്ലീറ്റ് ആക്കും? നമുക്ക് വെയിറ്റ് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്, ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഈക്വൽ ടു എന്താ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? മാസ് ഡിവൈഡഡ് ബൈ വോളിയം. എന്ത് വരും? മാസ് എത്രയാണ്? 1275 ഡിവൈഡഡ് ബൈ വോളിയം എത്രയാ? 150. എത്രയായിരിക്കും ആൻസർ വരിക? ഡെൻസിറ്റി ഈക്വൽ ടു എത്ര വരും ആൻസർ? 8.3 ആണോ? 5 അല്ലേ? 8.5 എന്താ യൂണിറ്റ് വരിക? ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. മുകളിൽ ഗ്രാം ആണ് വന്നത്, പെർ സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ വോളിയത്തിൽ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ യൂണിറ്റ് എന്താണ്? എന്താ? ഗ്രാം പെർ സെന്റിമീറ്റർ. ആ, നമ്മൾ ഗ്രാമിലേക്കല്ല ആക്കിയത്. ഇത് ഗ്രാം ആണ്. നോക്കിയേ, ഇത് ഗ്രാം അല്ലേ? താഴെ സെന്റിമീറ്റർ ക്യൂബും. അപ്പൊ എന്താണ്? അതായത് നമ്മളിപ്പോ ഇവിടെ ആക്കിയിരിക്കുന്നത് ഗ്രാമിലേക്കല്ലേ? ഗ്രാമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തില്ലേ? ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ നമുക്ക് പറയാം കിലോഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണെന്ന് പറയാം. നമ്മൾ ഓൾറെഡി അത് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു, അതിനുശേഷമാണ് പ്രോബ്ലം ചെയ്തത്. ഇപ്പം നമ്മൾ ഗ്രാമിലിട്ട് കിലോഗ്രാമിലിട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 1.275 ഡിവൈഡഡ് ബൈ 150 വരും അല്ലേ? അപ്പം എത്ര ആൻസർ വരിക? എത്ര ആൻസർ വരിക? അതായത് ഓൾറെഡി ഇവിടെ പോയിന്റ് ഉള്ളതാണ്, അതിനെ നമ്മൾ 150 കൊണ്ടാണ് ഡിവൈഡഡ് ബൈ ചെയ്യുന്നത്. വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും വരിക അല്ലേ? 0 സംതിങ് അങ്ങനെയല്ലേ വരുന്നത്? അല്ലേ? അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാമിലേക്ക് ആക്കി ചെയ്യുന്നത്. നമുക്ക് ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം. ഇത് കണ്ടോ? ചെറുതാണ് ചെറുതാണ്, ഇതാണ് വലുത്, താഴെയുള്ളത് ഡിനോമിനേറ്റർ ആണ് വലുത്. അപ്പൊ നമുക്ക് ചെയ്യുന്ന ആൻസർ എന്തായിരിക്കും വരിക? വളരെ ചെറുതായിരിക്കും വരിക അല്ലേ? അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിലേക്ക് ആക്കി ചെയ്തത്? ഗ്രാമിലേക്ക് കൺവേർട്ട് ആക്കിക്കൊണ്ട് ചെയ്തത്. ഇക്വേഷൻ അല്ല, അതിന്റെ യൂണിറ്റ് കിലോഗ്രാമിക്ക് ആയിക്കോളൂല്ലേ? എന്താ? ഇതിനെ 1000 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിലോഗ്രാമിക്ക് മാറിക്കോളൂല്ലേ? കിലോഗ്രാമിലേക്ക് മാറും. അപ്പോഴും ആ ചെറിയ വാല്യൂന്റെ അല്ലേ കിട്ടുക? സെയിം വാല്യൂ തന്നെയാണ് കിട്ടുക. ഇതും സെയിം ആൻസർ കറക്റ്റ് ആണ്. നമ്മൾ ഗ്രാമിൽ എഴുതിയെന്നുള്ളൂ. മനസ്സിലായോ? മറ്റേത് 1000 കൊണ്ട് ഡിവൈഡ് ബൈ ചെയ്യുമ്പോൾ എന്ത് എഴുതണം? ആൻസർ ഇൻ ഇത് കിലോഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആവുന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അത് കിലോഗ്രാമിൽ ഇട്ടിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു.
ഇത് ഗ്രാമിലിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ യൂണിറ്റ് എഴുതുമ്പോൾ ഏതിലിട്ടിട്ടാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അത് എഴുതണമെന്ന് മാത്രം. മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു മീറ്ററിൽ ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു റെക്റ്റാങ്കിൾ, അതിൻ്റെ ഏരിയ നമുക്ക് ഇവിടെ 10 മീറ്ററും ഇവിടെ 5 മീറ്ററും ആണെന്ന് വിചാരിക്കുക. അപ്പം ഇതിന് നമ്മൾ മീറ്ററിൽ ഇട്ടിട്ട് തന്നെ ഏരിയ കാണുമ്പോൾ എന്ത് വരും? 10 × 5 എത്ര വരും? 50 മീറ്റർ സ്ക്വയറിൽ വരും. ഇതിന് നമ്മൾ സെൻറ്റിമീറ്ററിലാക്കുമ്പോൾ എന്ത് വരും? ഏരിയ ഈക്വൽ ടു 10 മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ 10 × 100 അല്ലേ? അല്ലേ? 1000 ഇൻറ്റു എന്തും കൂടി വരും? 50 ഇല്ലേ? ആ അഞ്ഞൂറല്ലേ വരിക? 5 മീറ്റർ എന്നുള്ളത് എത്ര വരിക? 500. 500 സെന്റിമീറ്റർ 1000 സെന്റിമീറ്ററും ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര വരും? എത്ര വരും? 5 ലക്ഷം. എന്തിലെഴുതും? സെന്റിമീറ്റർ സ്ക്വയറിൽ എഴുതും. ഈ രണ്ടും സെയിം അല്ലേ? വാല്യൂ സെയിം അല്ലേ? ഒരെണ്ണത്തിന് സെന്റിമീറ്ററിലേക്ക് ആക്കി, ഒരെണ്ണത്തിന് മീറ്ററിലേക്ക് ആക്കി. ഏരിയ സെയിം അല്ലേ? മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 100 കൊണ്ട് ഹരിച്ചാൽ മതിയില്ലേ? ഗുണിച്ചാ പോരെ? അപ്പൊ അത് എങ്ങനെ ശരിയാവും? 50 സ്ക്വയറിനെ 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാ 5000 അല്ലേ കിട്ടുള്ളൂ? 5000 എന്നല്ലേ കിട്ടുള്ളൂ? അതായത് 50നെ മാത്രല്ലല്ലോ നമ്മൾ ചെയ്തത്. ഒരു കാര്യം പറയട്ടെ, എപ്പോഴും ക്ലിയർ ആയിട്ടില്ല. ഒരെണ്ണത്തിന് നമ്മൾ സെന്റിമീറ്ററിൽ ചെയ്യുന്നു, ഒരെണ്ണത്തിന് മീറ്ററിൽ ചെയ്യണു. ഒരു റെക്റ്റാങ്കിൾ ഇവിടെ 10 മീറ്ററും ഇവിടെ 5 മീറ്ററും വന്നു. ഇതിന്റെ ഏരിയ എന്തായിരിക്കും? അതൊക്കെ മനസ്സിലായി. ഈ മീറ്റർ സ്ക്വയറിന് സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ എന്താ ചെയ്യാ? 100 കൊണ്ട് ഗുണിക്കും. എന്താ? മീറ്ററിനെ 100 കൊണ്ട് ഗുണിക്കും. മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാനോ? അല്ലേ? മീറ്റർ 100 സെന്റിമീറ്റർ അല്ല ഒരു മീറ്റർ. അപ്പൊ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യും? മീറ്ററിനെ 100 കൊണ്ട് ഗുണിക്കുകയാണോ ചെയ്യാ? അല്ലേ? സയൻസിൽ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ എന്താ ഞാൻ പഠിപ്പിച്ചേ? മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ നിങ്ങൾ എന്താ ചെയ്യാ? മീറ്റർ വാല്യൂനെ ഇൻറ്റു 100 ചെയ്യോ? വലുതിനെ ചെറുതാക്കാൻ എന്താ ചെയ്യാ? നിങ്ങള് ഇതൊക്കെ മായ്ച്ചുകളാ. അതായത് 100 സെന്റിമീറ്റർ 100 സെന്റിമീറ്റർ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാനായിട്ട് മീറ്ററിനെ 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ സെന്റിമീറ്റർ ആയില്ലേ മിസ്സേ? അങ്ങനെ പറ. അതന്നെ ഞാൻ ചോദിച്ചത്. അപ്പൊ ഈ m ക്യൂബിനെ m സ്ക്വയറിനെ cm സ്ക്വയറിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ്?
എം സ്ക്വയറിനെ സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത്? 100 കൊണ്ട് ഗുണിച്ചാൽ മതിയോ? സ്ക്വയർ ഇടണം, സ്ക്വയർ കൊണ്ട് ചെയ്യണം. 100 സ്ക്വയർ കൊണ്ട് ചെയ്യണം അല്ലേ? ഓക്കെ, അതാണ് ഡൗട്ട്. അതാ എന്റെ ഡൗട്ട്. ചോദ്യം എനിക്ക് ക്ലിയർ ആയി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അതായത് നമ്മള് ഒരെണ്ണം ഗ്രാമിൽ ചെയ്യണു, അപ്പൊ അതിന്റെ യൂണിറ്റും ഗ്രാമിൽ തന്നെ ഇട്ട് കൊടുക്കണു. നമ്മളിപ്പോ കിലോഗ്രാമിലാണ് ചെയ്തെന്നുണ്ടെങ്കിൽ യൂണിറ്റ് കിലോഗ്രാമിൽ ഇട്ട് കൊടുക്കണു. രണ്ടും സെയിം ആണ് വരിക, സെയിം ആണ് വരിക അല്ലേ? അതായത് 1275 ഗ്രാം എന്ന് പറയുന്നതും 1.275 കിലോഗ്രാം എന്ന് പറയുന്നതും സെയിം ആണോ? അല്ലേ? അതിൽ എന്ത് മാത്രം മാറുന്നുള്ളൂ? യൂണിറ്റുകൾ മാത്രമേ മാറുന്നുള്ളൂ. അതിന്റെ വാല്യൂയിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, ഇല്ലല്ലോ? ഇത് രണ്ടും നമ്മളൊരു ത്രാസിൽ അളക്കാണെങ്കിൽ രണ്ടും എങ്ങനെ നിൽക്കും? തുല്യമായിട്ട് നിൽക്കൂലേ? അത്രേ ഉള്ളൂ. ഒരെണ്ണം ഗ്രാമിലും ഒരെണ്ണം കിലോഗ്രാമിലാണെന്ന് വ്യത്യാസമുള്ളൂ. പക്ഷെ എന്താണ്, വാല്യൂവിൽ മാറ്റം വരില്ല. ഈ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. 1275 ഗ്രാമും 1.275 കിലോഗ്രാമും ഒരു ത്രാസിൽ അളക്കുകയാണെങ്കിൽ അതെങ്ങനെ നിൽക്കും? ഈക്വൽ ആയിട്ടാണ് നിൽക്കുക. ഒരെണ്ണം താഴ്ന്ന ഒരെണ്ണം പൊന്തിയൊന്നും നിൽക്കില്ലല്ലോ. രണ്ടും ഈക്വൽ ആയിട്ടല്ലേ നിൽക്കുക ത്രാസില്, അല്ലേ? അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ വാല്യൂ കിട്ടിയില്ലേ? നമ്മൾ കിലോഗ്രാമിലാണ് ചെയ്തെന്നുണ്ടെങ്കിൽ കിലോഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്നും ഇട്ട് കൊടുക്കാം. പക്ഷെ ചെറിയ വാല്യൂ ആയിരിക്കും കിട്ടുക. അത് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ ഒന്നും ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, തെറ്റു ആൻസർ. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കിയാലോ? അടുത്ത പ്രോബ്ലം സെയിം പ്രോബ്ലം തന്നെയാണ് വരുന്നത്, വാല്യൂവിൽ മാത്രം വ്യത്യാസമുള്ളൂ. എന്താ വരുന്നത്? ദ വെയ്റ്റ് ഓഫ് എ ബോൾ ഈസ് 2.5 kilogram ആൻഡ് വോളിയം ഈസ് 170 cubic centimeter. കാൽക്കുലേറ്റ് ദി ഡെൻസിറ്റി ഓഫ് ദി മെറ്റീരിയൽ. സെയിം പ്രോബ്ലം തന്നെയാണ്, വാല്യൂസ് മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം കേട്ടോ. വാസിൽ വന്നിട്ടുണ്ടല്ലോ. പ്രോബ്ലം നോട്ട് ചെയ്ത് കഴിഞ്ഞോ? ചെയ്യാം. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? എന്താണ്? വെയിറ്റ് അല്ലേ? പറയൂ. ആദ്യത്തെ പ്രോബ്ലം ചെയ്തതല്ലേ, അതുപോലെ പറയൂ. വെയിറ്റ് എത്ര തന്നിട്ടുള്ളത്? 2.5 കിലോഗ്രാം. അപ്പൊ എന്ത് ചെയ്യണം? അത് ഗ്രാമിലേക്ക് മാറ്റണം. ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 2500 ഗ്രാം. 2500 ഗ്രാം. ഇനി എന്താ തന്നിട്ടുള്ളത്? വോളിയം. V is equal to എത്രയാ? 170 സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം. സെന്റിമീറ്റർ ക്യൂബ്.
ക്യൂബ്. ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം. മാസ് എത്രയാണ്? 2500 ആണ്. ഡിവൈഡഡ് ബൈ വോളിയം എത്രയാണ്? 170. എത്ര വരും? 0 വേണമെങ്കിൽ വെട്ടിക്കളയാം. എന്താ? 14. എല്ലാവർക്കും ആൻസർ തന്നെയാണോ കിട്ടിയ? 14.05. ആ 05. 3 ഡിജിറ്റ് പറഞ്ഞാൽ 05 വരുന്നുണ്ട്. ആ ഇത് മതി. 14.7 മതി. 7 എന്ത് വരും? യൂണിറ്റ് പറഞ്ഞേ. ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറയാം. ക്ലിയർ അല്ലേ? പ്രോബ്ലം ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഇതാണ് ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് പ്രോബ്ലം. ഇതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് അയക്കാം, ഹോംവർക്ക് പോലെ ചെയ്യാനായിട്ട്, ചെയ്ത് നോക്കാനായിട്ട്. എന്താ എന്താ അല്ലാട്ടോ, ഇത് സയൻസ് ആണ്. നമ്മൾ സയൻസിൽ ഡെൻസിറ്റിയുടെ പോർഷൻ വരുന്നതാണ്. മാത്സിൽ ഡെൻസിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. സയൻസിലാണ് നമുക്ക് ഡെൻസിറ്റി വരുന്നത്. മാത്സിൽ വോളിയം വരുന്നുണ്ട്, പക്ഷെ എന്താണ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് വോളിയം വേണം. അതുകൊണ്ട് വോളിയത്തിൻ്റെ പോർഷൻ എടുത്തോന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വാല്യൂസ് മാറ്റിയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് തരാം, ചെയ്ത് നോക്കുക. അതുപോലെ ഇത് നേരെ തിരിച്ചും ചോദിക്കാം. ഡെൻസിറ്റി ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? മാസ് ബൈ വോളിയം അല്ലേ? അല്ലേ? ഇതിന് നമുക്ക് മാസാ ചോദിക്കണതെന്ന് വെച്ചാൽ എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കാം? വോളിയത്തിനെ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് പോവാ. അപ്പം എന്ത് വരും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അങ്ങനെ ആക്കി കൂടെ ഇക്വേഷൻ. അപ്പോൾ ഡെൻസിറ്റിയും വോളിയം തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാസ് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി മാസിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ദേ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ദേ കണ്ടോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണമെങ്കിൽ കേട്ടോ. ഇക്വേഷൻ അനുസരിച്ച് മാറ്റി മറിച്ചും ചെയ്യാൻ പറ്റും. ഇക്വേഷൻ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചാപ്റ്റർ എടുക്കാം. ഇതിൻ്റെ പ്രോബ്ലംസ് തരാം, ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ളത്. പ്രോബ്ലം നോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തോ. ക്ലാസ്സിൽ പോയോ? നോട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ? ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. സിമ്പിൾ അല്ലേ ഈ ചാപ്റ്റർ? ഇതിൽ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കുക, മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അതുപോലെ എല്ലാത്തിൻ്റെ ഡെഫിനിഷനും പഠിക്കാം. മാസിൻ്റെ ഡെഫിനിഷൻ, വെയിറ്റിൻ്റെ ഡെഫിനിഷൻ,
അതുപോലെ എന്തിൻ്റെ ഡെഫിനിഷൻ, ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ, വോളിയത്തിൻ്റെ ഡെഫിനിഷൻ. ഈ 4 എണ്ണത്തിൻ്റെ ഡെഫിനിഷൻസും കാണാതെ പഠിക്കുക. പിന്നെ ഇതും മാസും വെയിറ്റ് തമ്മിലുള്ള ഡിഫറൻസും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സയൻസിൻ്റെ പോർഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും ഈ ചാപ്റ്ററിൽ നിന്ന് എത്രയൊക്കെയാണ് വരുന്നതെന്ന്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വെലോസിറ്റി ചോദിച്ചിട്ടുണ്ടല്ലോ പഴയ ക്വസ്റ്റ്യനില്. വെലോസിറ്റിയുടെ ചാപ്റ്റർ വരുന്നേ ഉള്ളൂ. ഇതിലല്ല അല്ല, വെലോസിറ്റി വേറെയല്ല. വെലോസിറ്റി മോഷനിലല്ല വരിക. വെലോസിറ്റി, ആക്സിലറേഷൻ, സ്പീഡ് ആൻഡ് വെലോസിറ്റി അതൊക്കെ മോഷൻസിലാണ് വരിക. മോഷൻ, ചലനം. ശരിക്കും ഇതിന്റെ ഭാഗം തന്നെയാണല്ലോ. സ്റ്റാർട്ടിങ് അല്ലേ വെയിറ്റും വോളിയൊക്കെ? സ്റ്റാർട്ടിങ് എന്ന് പറയാം, വെയിറ്റ് വോളിയം. പക്ഷെ അത് ശരിക്ക് മോഷനിലാണ് വരിക. മോഷൻ, ചലനം. ലോസ് ഓഫ് മോഷനിലാണ് അതൊക്കെ പെടുക. അതിന്റെ ഫസ്റ്റ് ഒരു ഭാഗം എന്നുള്ള രീതിയിൽ നമുക്ക് മാസം വെയിറ്റ് ഒക്കെ പഠിച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് സാധനങ്ങളുണ്ട് പഠിക്കാനുണ്ട്. ചോദിക്കാം. ഇതിലല്ല വരിക. നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്, വെയിറ്റ് ചെയ്യൂ. എല്ലാം ഒരു ചാപ്റ്ററിൽ തന്നെ പഠിക്കാൻ പറ്റുമോ? ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. ഞാൻ ഇപ്പൊ എക്സ്ട്രയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. ഓരോ ചാപ്റ്റർ എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ വോളിയത്തിന്റെ കാര്യമൊക്കെ, അതൊക്കെ ഞാൻ എക്സ്ട്രയിൽ ആഡ് ചെയ്തതാ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ചെയ്യാന്നുള്ള രീതിയിൽ. പിന്നെ ഇതുവരെ ഇതുപോലെ പ്രോബ്ലം ചോദിച്ച് കണ്ടിട്ടില്ല. അതായത് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ഒന്നും ചോദിച്ച് ഇതുവരെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. വരാണെങ്കിൽ നിങ്ങളത് ചെയ്യാതെ പോകരുതെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പ്രോബ്ലം പഠിപ്പിച്ചു തന്നത് കേട്ടോ. ഈ ഒരു ടേബിളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, മാസും വെയിറ്റും തമ്മിലുള്ളത്. ഞാൻ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സയൻസിൻ്റെ പോർഷൻ കാണിച്ചു തരാം. കണ്ടോ? കണ്ടോ? കാണണല്ലോ. കാണുന്നില്ല? സൂം ചെയ്തിട്ട് കിട്ടുന്നില്ലാന്നോ? റൈറ്റ് എ നോട്ട് ഓൺ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതെ, അതെനിക്ക് ഡ്രോയിങ് ക്ലാസ്സിൽ വന്നപ്പോൾ മനസ്സിലായായിരുന്നു. കണ്ണിന് നല്ല പ്രശ്നമുണ്ട്. എന്താ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ വരുന്നത്? CGS സിസ്റ്റം, MKS, FPS. ഓക്കെ, അതിനെക്കുറിച്ച് അതിൻ്റെ ആൻസറും അതിലുണ്ട്. എന്താണ്? there are several unit systems in the scientific world. Some of them are CGS system, MKS system, FPS system. CGS സിസ്റ്റത്തിൽ എന്താണ്? സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. MKSൽ എന്താണ്? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. FPSൽ ഫുട്ട്, പൗണ്ട്, സെക്കൻഡ്. ഓക്കെ, അതായത് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. അതായത് ക്വസ്റ്റ്യനിലെ ആൻസേഴ്സ് അടക്കമുള്ളതാണ് കേട്ടോ. അതിൻ്റെ താഴെ അതിൻ്റെ ആൻസറും ഉണ്ട്. ഇതാണ് സയൻസിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. നോക്കിയാൽ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്. നമ്മൾ ആ ടേബിൾ ഇപ്പം തന്നെ പറഞ്ഞത്. അതിൻ്റെ ഡെഫിനീഷൻസ് ആദ്യം പറയാം, അതിൻ്റെ ഇക്വേഷൻസ് പറയാം. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സ്കേലാർ ക്വാണ്ടിറ്റി ആണ് അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. ഇതിൽ തന്നിട്ടുണ്ട് മാസ് ഇസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി. മാസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. മാസ് ഡസ് നോട്ട് വേരി ഫ്രം പ്ലേസ് ടു പ്ലേസ്. പ്ലേസ് ടു പ്ലേസിലേക്ക് മാറുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? അതിൻ്റെ വാല്യൂ മാറുന്നില്ല.
അങ്ങനെ ഒരു 3 പോയിൻ്റ് ഇതിൽ തന്നിട്ടുള്ള. വെയ്റ്റിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? വെയ്റ്റ് ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഇൻ എ ബോഡി ഡ്യൂ ടു ഗ്രാവിറ്റി. അതിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് വെയ്റ്റ്, ഇറ്റ്സ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ. യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെയ്റ്റ് വേരി ഫ്രം പ്ലേസ് ടു പ്ലേസ്. പ്ലേസ് ടു പ്ലേസിലേക്ക് മാറുമ്പോൾ, അതായത് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മാറുമ്പോൾ വെയ്റ്റിൽ ചേഞ്ച് വരാം. ഓക്കെ, അങ്ങനെ 3 പോയിൻ്റാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു 5 പോയിൻറ്റിന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറ്റുകയാണെങ്കിൽ അത് പഠിച്ചു വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് മൈൻഡിലേക്ക് വരുമോ? അതെ, അല്ല, നോക്കിയേ, വെയിറ്റ് എന്താണ് ശരിക്കും വരുന്നത്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ് അതിൻ്റെ ഇക്വേഷൻ വരിക? വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? W is equal to m into g, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് വരിക. എന്താണ്? ഒന്നില്ലെങ്കിൽ യൂണിറ്റ് എന്ത് പറയാം? കിലോഗ്രാം വെയിറ്റ് എന്ന് പറയാം. പറയുന്നത് കേൾക്കൂ. ശരിക്കും എന്താണ്? പ്രാക്ടിക്കലി നമ്മൾ എന്ത് പറയും? കിലോഗ്രാം വെയിറ്റ് എന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സിലെടുത്താണ് കിലോഗ്രാം വെയിറ്റ് എന്ന് പറയും. പിന്നെ എന്ത് പറയും? പൗണ്ട് വെയിറ്റ് എന്നും പറയും. അതായത് വെയിറ്റിന് ഒരു യൂണിറ്റ് പൗണ്ട് ഉണ്ടല്ലോ. ഏതിലാണ്? FPS സിസ്റ്റത്തിൽ പൗണ്ട് എന്നല്ലേ പറയാ വെയിറ്റിന്? ആ, ഇപ്പം എന്ത് പറയും? പൗണ്ട് വെയിറ്റ് എന്നും പറയാറുണ്ട്. പിന്നെന്താണ്? ദ ആബ്സല്യൂട്ട് യൂണിറ്റ് ആർ. ശരിക്കുള്ള യൂണിറ്റ് എന്താണ്? ആബ്സല്യൂട്ടായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് പറയും? ഡെയിൻ ആൻഡ് ന്യൂട്ടൺ. ഡെയിൻ എന്നും പറയും, ന്യൂട്ടൺ എന്നും പറയും. ഓക്കെ, ഫോഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഞാൻ അപ്പം കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം ഫോഴ്സിന്റെ കാര്യം. പറഞ്ഞുതരാം. ഫോഴ്സിന്റെ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. മാസിന്റെ ആക്സിലറേഷൻ ആണ്. മാസറിന്റെ കിലോഗ്രാം, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ലൈക്ക് ന്യൂട്ടൺ ഒരു യൂണിറ്റ്. അപ്പോൾ രണ്ടിന്റെ ഒരു യൂണിറ്റ് തന്നെയാണ് ന്യൂട്ടൺ. അതെ, ഞാൻ പറഞ്ഞത് കിലോഗ്രാം വെയിറ്റിന്റെ യൂണിറ്റ് നമ്മൾ എന്താണ് പറയുക? ആബ്സല്യൂട്ട് ആയിട്ട് ഡെയിൻ എന്നും പറയും, ന്യൂട്ടൺ എന്നും പറയും. ഫോഴ്സ് എന്താണ് വരുന്നത്? F is equal to എന്താണ് ഫോഴ്സിന്റെ? എന്താ? ആ, MA. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും. എന്താണ് വരിക? കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് സ്ക്വയർ. അതായത് അതിന്റെ വാല്യൂ എത്രയാണ്? അല്ലെങ്കിൽ അതിന്റെ അത് രണ്ടും കൂടുമ്പോൾ എന്താണ് യൂണിറ്റ് വരിക? എന്താ വരിക? ന്യൂട്ടൺ തന്നെയാണ് വരിക. ആ, അതാണ് ഞാൻ പറഞ്ഞത്. പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി നമ്മൾ പറയും കിലോഗ്രാം വെയിറ്റ് എന്ന് പറയും. അത് കറക്റ്റായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് നോട്ട് ചെക്ക് ചെയ്യാം. അതെ, ന്യൂട്ടൺ ആണ് കൊടുക്കാറ്. അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ന്യൂട്ടൺ രണ്ടിന്റെ യൂണിറ്റ്. അപ്പൊ എന്റെ അഭിപ്രായത്തില് SI സിസ്റ്റത്തിൽ വരുന്ന വെയിറ്റിന്റെ യൂണിറ്റ് കിലോഗ്രാം ആയിട്ടാണ് വരുന്നത്. വെയിറ്റും മാസും പിണ്ഡം ഒരേ യൂണിറ്റ്, ഒരേ മീൻ ചെയ്യണം. വെയിറ്റ് എന്ന് പറഞ്ഞാലും മാസ് പറഞ്ഞാലും ഒരേ. G ഭൂമിക്ക് ചാട്ടതാണല്ലോ G, അതിനുള്ള വെയിറ്റ് അറിയണം. G and G'. അപ്പൊ എന്തായാലും എന്റെ അഭിപ്രായം SI യൂണിറ്റിൽ കിലോഗ്രാമിലാണ് പറയേണ്ടതെന്നൊക്കെ തോന്നുന്നു. ന്യൂട്ടൺ യൂസ് ചെയ്യൂല എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞത് നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ എന്തിലാണ് പറയുക? കിലോഗ്രാം വെയിറ്റ്, അതായത് കിലോഗ്രാം. അതുകൊണ്ടാണ് ഞാൻ ആ സ്ലൈഡ് എടുത്ത് വേണമെങ്കിൽ അപ്ലേഷനെ കാണിച്ചു തരാം. ആ സ്ലൈഡിൽ ഞാൻ കറക്റ്റായിട്ട് മീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി കിലോഗ്രാം വെയിറ്റ് എന്ന് പറയും. പിന്നെ എന്ത് പറയും? 1 BWT എന്നും പറയും. എന്താണ്? പൗണ്ട് വെയിറ്റ് എന്നും പറയും. പിന്നെന്താണ്? ആബ്സല്യൂട്ടായിട്ട് പറയുകയാണെങ്കിൽ ഡെയിൻ ആൻഡ് ന്യൂട്ടൺ എന്നാണ് പറയുക. അത് ഫോഴ്സിലും അങ്ങനെ തന്നെയാണ് പറയുക.
എന്താണ് കാരണം? എന്താ? വെയിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലേ? വെയിറ്റ് എന്ന് എന്താണ്? വെയിറ്റിന്റെ ഡെഫിനിഷൻ തന്നെ എന്താണ്? വെയിറ്റിന്റെ അതെ, ഞാൻ പറയുന്നത് കേൾക്കുക. അതായത് ഫോഴ്സ് ന്യൂട്ടൺ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിലാഷ് ഒരു കാര്യം നോക്കും. ന്യൂട്ടൺ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഫോഴ്സ് ആണ് അല്ലേ? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറഞ്ഞു അഭിലാഷ് അല്ലേ? ഈ വെയിറ്റ് എന്താണ്? വെയിറ്റിന്റെ ഡെഫിനിഷൻ എന്താണ്? അതിന്റെ ഡെഫിനിഷൻ ആണ് ഞാൻ ചോദിക്കണേ. എന്താണ് ഡെഫിനിഷൻ? അതിന്റെ ഡെഫിനിഷൻ ആണ് ഞാൻ ചോദിക്കുന്നത്. അത് എന്താണെന്നല്ല ഞാൻ ചോദിക്കുന്നത്. അതിന്റെ ഡെഫിനിഷൻ എന്താണ്? അതിന്റെ ഡെഫിനിഷൻ അതാണ് ജി. അതാണ് ഞാൻ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ്? അതായത് അതിന്റെ മാസിനെ അട്രാക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വെയിറ്റ്. അതും ഫോഴ്സ് തന്നെയല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നും പറയുന്നതും ഫോഴ്സ് തന്നെയല്ലേ? അതുകൊണ്ടാണ് അതിന്റെ യൂണിറ്റ് അങ്ങനെ വന്നത്. യൂസ് ചെയ്യാൻ രണ്ടിലും, പക്ഷെ എന്റെ അഭിപ്രായത്തിൽ kg ആണ് ഉപയോഗിക്കേണ്ടത് എന്നാണ്. അത് കുഴപ്പമില്ല, യൂസ് ചെയ്യാം. പക്ഷെ ഫോഴ്സിന്റെ യൂണിറ്റ് ശരിക്ക് ഇതാണ്, എഫാണ്. ജി ആണ് പറയുമ്പോ ഓക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. ജി ആണ് ഭൂമിക്ക് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് വെയിറ്റ് എന്ന് പറയുക. അതായത് മാസിനെ അട്രാക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്ത്? എത്രയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരുന്നത് അതിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. മാസിനെ അട്രാക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുക. ആ ഫോഴ്സ് എത്രത്തോളമാണ്, ആ ഫോഴ്സ് വരുന്ന വാല്യൂ ആണ് നമ്മൾ വെയിറ്റ് പറയുക. അപ്പോൾ കാരണം എന്താ? രണ്ടും എന്താണ്? ഫോഴ്സാണ്. അതുകൊണ്ടാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ സമയമില്ല, അതിപ്പോൾ സമയം കഴിഞ്ഞു. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി? നമുക്കൊരു ചാപ്റ്ററിൽ സ്പീഡിനെ കുറിച്ചും വെലോസിറ്റിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് ഹീറ്റും ടെമ്പറേച്ചറിനും കുറിച്ച് പഠിക്കാനുണ്ട് ഒരു ചാപ്റ്ററിൽ. അപ്പോൾ അതും നമ്മൾ പഠിക്കും. അതിൻ്റെ ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ജൂൾ ഓർ കലോറി. എന്താണ് പിന്നെ ടെമ്പറേച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ട് ടെമ്പറേച്ചർ ഈസ് ദി എമൗണ്ട് ഓഫ് ഹോട്ട്നെസ് ഇൻ എ ബോഡി. നിർമ്മിക്കാനും പറ്റൂല, എന്താണ് പുനഃസ്ഥാപിക്കാനും പറ്റൂല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റൂല, ക്രിയേഷൻ ചെയ്യാനും പറ്റൂല. അതാണ് ഹീറ്റിന്റെ ഇത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, കൺസർവേഷൻ ഓഫ് എനർജി അത് പഠിക്കാനുണ്ട്. വർക്ക് പവർ എനർജിയിൽ പഠിക്കാനുണ്ട്, നമുക്ക് പഠിക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എന്താണ് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഓംസ് ലോ. ഓംസ് ലോ എന്താണെന്നുള്ളത്. പിന്നെ എന്താണ് ഹൗ ക്യാൻ വി ഡിറ്റർമൈൻ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റൽ. ഒരു മെറ്റലിൻ്റെ റെസിസ്റ്റൻസിന് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളത്, അല്ലെ ഡിഫൈൻ ചെയ്യാം, ഡിറ്റർമൈൻ ചെയ്യാം, കണ്ടുപിടിക്കാം അല്ലേ? അതാണ് ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ നമുക്ക് പഠിച്ചതിൽ ഏതാണ്? സിസ്റ്റം ഓഫ് യൂണിറ്റ്സിനെ കുറിച്ചുള്ള നോട്ടും മാസ് ആൻഡ് ഡെൻസിറ്റി, മാസും വെയിറ്റ് തമ്മിലുള്ള ഡിഫറൻസും. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാം. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പം നോട്ട്സ് ഞാൻ കുറച്ച് ഹോംവർക്ക് ഉള്ളത് അയച്ചു തരാം, പ്രോബ്ലം ചെയ്ത് നോക്കാം കേട്ടോ. റിവിഷൻ ക്ലാസ് ഉണ്ടാവില്ലേ മാം? ആ ഉണ്ടാവുമല്ലോ. എക്സാമിന് മുമ്പ് എന്തായാലും നമ്മൾ റിവിഷൻ ക്ലാസ് നടത്തിയതിന് ശേഷം അതിന് മുമ്പ് എന്തായാലും നമ്മളത് ചെയ്യും.